ഹലോ മാന്യരെ, നിക്ഷേപകരും വ്യാപാരികളും. നിങ്ങളുടെ വിവരങ്ങളും വിശകലന സേവനവും തിരഞ്ഞെടുക്കുന്നത് കമ്പനിയെക്കുറിച്ചുള്ള പൊതുവായ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. കുറച്ചുകൂടി ഞങ്ങൾ ഓരോ പാരാമീറ്ററും കൂടുതൽ വിശദമായി പഠിക്കും. ആവശ്യമെങ്കിൽ വീഡിയോ നിർത്താൻ കഴിയും. കോർപ്പറേഷന്റെ ഓരോ സൂചകവും വിശദമായി പഠിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ നിലവിലെ പ്രകടന സൂചകങ്ങൾ നോക്കും. ഡെലോ ഡാറ്റമന് 2025 ഓഗസ്റ്റ് 5 വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഈ അവലോകനം സൃഷ്ടിച്ചത്. വർഗീകരണം വഴി ഗുരുക്കലളിത സംഘടനയിൽ ഉപവിഭാഗത്തിൽപ്പെടുന്നു. 25 കമ്പനികളാണ് മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കുന്നത്. കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം 10.5 ആണ്. ഉപവിഭാഗത്തിനുള്ള ശരാശരി സ്കോർ 1.9 പോയിന്റ്. നിങ്ങൾ അതിനെ വിശാലമായി നോക്കുകയാണെങ്കിൽ പൊതുവെ ഓഹരി വിപണിയുടെ ചട്ടക്കൂടിനുള്ളിൽ US സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി റേറ്റിംഗ് 1.7 പോയിന്റാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. 5.5 എന്ന സ്കോറിനെതിരെ കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു. ഉപവിഭാഗം കമ്പനികളും 12 മാസത്തിലേറെയായി ഓഹരികൾ ഉണ്ടെന്ന് ഞങ്ങൾ കാണുന്നു. 27.4% ചലനാത്മക കാണിച്ചു. ഉപവിഭാഗത്തിലെ പ്രൈസ് ഡൈനാമിക്സിനെതിരെ 64.7%. കമ്പനിയുടെ വിപണി മൂലധനം 214.52 ബില്യൺ ഡോളറാണ്. ഉപവിഭാഗത്തിന്റെ മൂലധനം 784 ബില്യൺ ഡോളറാണ്. കമ്പനിയുടെ പുസ്തക മൂല്യം 104.26 ബില്യൺ ഡോളറാണ്. ഉപവിഭാഗത്തിന്റെ മൂലധനം 141 ബില്യൺ ഡോളറാണ്. വിപണിയുടെയും പുസ്തക മൂല്യത്തിന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം. അധിനിവേശ വിഹിതം ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തൽ 27.349%. പുസ്തകമൂല്യം 74.182%. കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷനും നല്ലത് 1 പോയിന്റ്. വിശകലനം ചെയ്യുന്ന സ്ഥാപനത്തിന്റെ സാമ്പത്തിക ബാധ്യതകൾ 42.738 ബില്യൺ ഡോളറാണ്. പുസ്തക മൂല്യത്തിലേക്കുള്ള കടം ഇക്വിറ്റിയുടെ 41%. കമ്പനി ഡെറ്റ് ലെവൽ റേറ്റിംഗ് നല്ലത് 1 പോയിന്റ്. കമ്പനിയുടെ വിപണി മൂല്യവും ലാഭ അനുപാതവും 24.1 ആണ്. 39.2 എന്ന ഉപവിഭാഗത്തിന്റെ ശരാശരി. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി മൂല്യവും ലാഭ അനുപാതവും വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം 8,908 മില്യൺ ഡോളറാണ്. അടുത്ത 12 മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന ലാഭം 11,498 മില്യൺ ഡോളറാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭ സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. കമ്പനിയുടെ മൂല്യവും വരുമാനവും തമ്മിലുള്ള അനുപാതം 2.3 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി 4.8 ആണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം 93.58 ബില്യൺ ഡോളറാണ്. അടുത്ത 12 മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം 114,660 മില്യൺ ഡോളറാണ്. ഉപവിഭാഗത്തിലെ കണക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന കണക്കുകളുടെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. വിൽപ്പന മാർജിൻ 9.5%. ഉപവിഭാഗത്തിന് ശരാശരി 12.1%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന ലാഭത്തിന്റെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന 0 പോയിന്റുകൾ. ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം 68.37%.
ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 150% കൂടുതലാണ്. കമ്പനിയുടെ ഒരു ജീവനക്കാരന്റെ വിപണി മൂലധനത്തിന്റെ അളവ് $921,000 തുല്യമാണ്. ഉപവിഭാഗത്തിൽ $2,302,000 ഉണ്ട്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ വിപണി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ ലാഭം $38,200 ആണ്. ഉപവിഭാഗം ശരാശരി $58,700. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ മൂല്യനിർണ്ണയം കടന്നുപോകാവുന്ന 0 പോയിന്റുകൾ. ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വരുമാനം $402,000 ആണ്. ഉപവിഭാഗം $484,000. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും വിൽപ്പന അളവ് വിലയിരുത്തൽ പാസാബിൾ 0 പോയിന്റ്. വിൽപ്പനയ്ക്കുള്ള ഓഹരികൾ 1.2% വരും. ഉപവിഭാഗത്തിന് ശരാശരി 2%. സാങ്കേതിക സൂചകം YE14 കമ്പനിക്ക് 49% ലെവൽ കാണിക്കുന്നു. ദവയുടെ ഉപവിഭാഗത്തിൽ ഈ നില 43%. കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം $119 ആണ്. കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമവായ വില ഏകദേശം $135 ആണ്. നമുക്ക് ഓർഡറുകളുടെ പട്ടിക നോക്കാം. അത് ലഭ്യമാണ്. അതിലേക്കുള്ള ഒരു ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട്. വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഈ സീസണിൽ മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. കുരുക്കകളത് ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. സ്റ്റോക്ക് വിശകലനത്തിന്റെ ഫലമായി ഡെലോഡബയെ മൂല്യനിർണ്ണയത്തിന്റെ വിവരങ്ങളും റഫറൻസ് സംവിധാനവും കുരുക്കകളത് ഒരു തീരുമാനം എടുക്കുന്നു. നിലവിലെ വീഡിയോ ഒരു അവലോകനമായതിനാൽ ഡീൽ തുറക്കരുത്. ഈ വീഡിയോ കണ്ടതിനും വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും നന്ദി. കുരുക്കകളത്